വേനലാകുമ്പോൾ നമ്മളിൽ പലർക്കുമുള്ള ഒരു പ്രശ്നമാണ് മുഖത്തിന് ഒരു ഡൾനെസ് ഫീൽ ചെയ്യുക, ഒരു എണ്ണമയം, എപ്പോഴും ഒരു എണ്ണമയം ഉണ്ടാക്കുക. അത് ഓയിലി സ്കിൻ ആവണമെന്ന് തന്നെ ഇല്ല, നോർമൽ സ്കിൻ ഉള്ളവർക്കും ചെറിയൊരു എണ്ണമയം സാധാരണ ഇല്ലാത്തത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും മുഖത്തിലുള്ള ആ ഒരു ഡൾനെസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് നല്ല ഒരു സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ സൺ ടാൻ ഏറ്റിട്ടുണ്ട്. അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ബെനിഫിഷ്യൽ ആയിരിക്കും. അതോടൊപ്പം എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്ര ഡള്ളായിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് അത് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സൂപ്പർ വർക്കിംഗ് ആയിട്ടുള്ള ഒരു പാക്കാണ്. കാണുമ്പോൾ ഇച്ചിരി മെസ്സി ആയിട്ടൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ കാര്യമാക്കണ്ട. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും അടിപൊളിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. ഞാനൊരു ഡിസ്ക്ലൈമർ അതിന് മുന്നേ പറയാം. എൻ്റെ ചുറ്റിനും നോയ്സ് ഉണ്ട്, അത് മാറുമെന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ അത് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും ഒരു പാട്ടിടും. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുൾട്ടാനി മിട്ടിയാണ്. ഞാനൊരു ഒരു കുഞ്ഞ് സ്പൂൺ എടുക്കുകയാണെങ്കിൽ അതൊരു 1.5 സ്പൂണോളം ഉണ്ട്. ഒരു വലിയ സ്പൂൺ എന്നൊക്കെ പറയാം. അങ്ങനെ എടുക്കുക. നമുക്ക് ആവശ്യത്തിന് മുഖത്തും നമ്മുടെ കഴുത്തിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പാകത്തിന് മുൾട്ടാനി മിട്ടി എടുക്കുക. മുൾട്ടാനി മിട്ടി നമ്മുടെ ഓയിലി സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. ഓയിലിനെസ്, എക്സസ് ആയിട്ടുള്ള ഓയിലിനെസ് ഉണ്ടെങ്കിൽ അത് നാച്ചുറലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മുൾട്ടാനി മിട്ടി. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് മുഖത്തിടുന്ന മഞ്ഞളാണോ ഉള്ളത്, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു ധാത്രിയുടെ കസ്തൂരി മഞ്ഞൾ പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഈ യൂസ് ചെയ്യുന്നതിൽ എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രോഡക്ട്സും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഈ ഒരു 2 മിക്സും കൂടെ നമുക്ക് മിക്സ് ചെയ്യണം. ഈ ഒരു 2 പൗഡറും കൂടെ നമുക്ക് മിക്സ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് തൈരാണ്. നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ തൈര് സ്കിപ്പ് ചെയ്യരുത്. ഇനി അഥവാ തൈര് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തക്കാളി നീര് നിങ്ങൾ യൂസ് ചെയ്യണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറപ്പായിട്ടും യൂസ് ചെയ്യണം. സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് തക്കാളി നീര് അല്ലെങ്കിൽ തൈര്, ഇത് രണ്ടും നന്നായിട്ട് വർക്കാവും. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. മുൾട്ടാനി മിട്ടി മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചധികം ലിക്വിഡിൻ്റെ ആവശ്യം വരും. അതായത് കുറച്ച് കൂടുതൽ തൈരോ അല്ലെങ്കിൽ പാലോ എന്താണോ നമ്മൾ എടുക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. ടൊമാറ്റോ ജ്യൂസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജ്യൂസ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഈ ഒരു പാക്ക് ചെയ്ത് നോക്കാനായിട്ട്. നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. സൺ ടാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ടാൻ അടിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ വെയിലത്ത് പാർട്ടിക്കോ അല്ലെങ്കിൽ വെക്കേഷനൊക്കെ പോയിട്ട് വന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ടൊരു 7 ഡേയ്സ് യൂസ് ചെയ്ത് നോക്കുക. 7 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സൺ ടാൻ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി അത് നിങ്ങൾക്ക് മാറിയിട്ടില്ല എന്നാണെങ്കിൽ വീണ്ടും കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ സൺ ടാൻ മാറിയെന്ന്, അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ഡേയ്സിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസമോ യൂസ് ചെയ്താൽ മതി. അതൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാമായിരുന്നു. ഞാൻ അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിങ്ങനെ ക്രീമി ആയിരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ പിടിക്കും. അതുപോലെ തന്നെ ഹൈലി മോയ്സ്ചറൈസിങ് ആണ്. ഇപ്പം വേനൽക്കാലമാണെന്ന് പറഞ്ഞ് നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസേഷൻ ആവശ്യമില്ല എന്നല്ല. വേനൽക്കാലമായാലും ചെറിയൊരു എണ്ണമയം സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും നമ്മളതൊക്കെ ക്ലീൻ ചെയ്ത് മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ ഒരു പാക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് ഒരു 7 ദിവസത്തിനുള്ളിൽ അറിയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് സൺ ടാൻ്റെ പ്രശ്നമോ അങ്ങനെ ഒന്നുമില്ല. ഒരു ഓയിലിനെസ് മാറാനും ജസ്റ്റ് ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്യാനോ ആണെങ്കിൽ നിങ്ങൾക്കിത് ആഴ്ചയിൽ 3-4 ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. നല്ല കട്ടയ്ക്ക് ഇരിക്കുന്ന പാക്കാണ്. കാര്യം വേറെ ഒന്നുമല്ല, കട്ട തൈരായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടുള്ള തൈര് കിട്ടുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി അതിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഞാനിവിടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മുഖവും അതുപോലെ തന്നെ നമ്മുടെ കൈയും നല്ലോണം ക്ലീൻ ചെയ്യണം. വിയർപ്പും പൊടിയും ഒരുപാട് പറ്റിപ്പിടിക്കുന്ന സമയമാണ് വേനൽക്കാലം. പുറത്ത് പോയിട്ട് വന്നാൽ പിന്നെ കഴിഞ്ഞു. ഒത്തിരി പൊടി പറ്റിയിരിക്കും, വിയർത്തിട്ടും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി നന്നായിട്ട് ഫേസ് വാഷോ സോപ്പോ എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ട് കഴുകുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. രാവിലെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇത് രാത്രി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു സമയം ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്യാനും പറ്റും. പിന്നെ ഇതിൽ നമ്മൾ
മഞ്ഞൾ ആഡ് ചെയ്തതുകൊണ്ട് ഒരു യെല്ലോ ടിൻറ്റ് മേ ബി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പിഞ്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, അതറിയാനായിട്ട് പറ്റില്ല. പക്ഷെ ചിലരുടെ സ്കിന്നിൽ അറിയാൻ പറ്റും. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ യൂസ് ചെയ്യുന്നതിലും ബെറ്റർ വൈകിട്ട് യൂസ് ചെയ്യുന്നതാണ്. മുഖത്ത് മുഴുവനായിട്ടും ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമുക്ക് ചെറിയ ചെറിയ തരികൾ പോലത്തെ മൂക്കുരുണ്ടല്ലോ അത് വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാനും സഹായിക്കും. ഇപ്പോൾ വേനൽക്കാലത്ത് മാത്രമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. അല്ല ഒരു 10 മിനിറ്റ് വരെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്താൽ മതി. ഇതിൽ വളരെ നേർത്ത തരികളാണ്. മുൾട്ടാനി മിട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രീമി ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിയുമ്പോൾ ക്ലേ പോലെയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സസ് ഓയിലൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. ചെറിയ ചെറിയ മുഖക്കുരുവൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും നല്ലതാണ്. ഇനി നിങ്ങൾക്ക് വലിയ ബൾബ് പോലത്തെ മുഖക്കുരു നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളൊന്നും അപ്ലൈ ചെയ്യരുത്. ഈ ഫേസ് പാക്കോ ഒന്നും നിങ്ങൾ അവിടെ ആ ഒരു സ്ഥലത്ത് കംപ്ലീറ്റ്ലി വിട്ടിട്ട് ബാക്കിയുള്ള ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കട്ടയ്ക്ക് വലിയ മുഖക്കുരു ഉണ്ടെങ്കിൽ നിങ്ങളത് തൊടാനേ പോകണ്ട. മുഖക്കുരു മാറാനായിട്ട് ഞാൻ വേറെ കുറച്ച് ടിപ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരൊറ്റ രാത്രി കൊണ്ട് ഓവർനൈറ്റ് നമുക്ക് ആ ഒരു മുഖക്കുരു മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കണം. സൂപ്പർ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്സാണ്. ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മറക്കാതെ കൊടുത്തിട്ടുണ്ടാവും. പലപ്പോഴും ഞാൻ മറന്നു പോകാറുണ്ട്. ഇത്തവണ ഞാൻ കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതല്ല. സോ ഒന്ന് കിടക്കുക. ഇതിപ്പോൾ ഒരു കുറച്ച് കട്ടിയുള്ള പാക്കാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളിങ്ങനെ ഇരിക്കരുത്. നേരെ പോയിട്ട് ബെഡിലോ അല്ലെങ്കിൽ സോഫയിലോ എവിടെയെങ്കിലും ഒന്ന് കിടക്കുമ്പോൾ നമ്മൾ ആ ഒരു പൊസിഷനിലല്ലേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ പാട്ട് വല്ലതും കേട്ടോണ്ട് കിടന്നോ, പ്രശ്നമുള്ള കാര്യമില്ല. ഒരു 10 മിനിറ്റ് അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കിടക്കാം. കാര്യം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വെയിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഫേസ് പാക്കിൻ്റെ വെയിറ്റ്, ഇതുകൊണ്ട് സ്കിൻ സാഗ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ഇരിക്കരുത്. നേരെ പോയി കിടക്കുക. കട്ടിൽ തന്നെ കിടക്കണമെന്നില്ല, ഇതൊന്നും ആവത്തില്ല. അനങ്ങാതെ കിടക്കുക. 10 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. നമ്മുടെ തല മാത്രം ചാരി വെച്ചിട്ട് ഒന്ന് അനങ്ങാതെ കിടക്കുക. നമ്മൾ ആ ഒരു നിൽക്കുന്ന പൊസിഷൻ മാറിയിട്ട് കിടക്കുന്ന പൊസിഷനിലായാൽ നമ്മുടെ സ്കിന്ന് സാഗ് ആവുന്നത് വളരെ കുറവായിരിക്കും. ഇത് നിങ്ങൾ ഏത് ഒരു കട്ടിയുള്ള പാക്ക് യൂസ് ചെയ്താലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. സ്കിൻ സാഗ് ആവുന്നതും പ്രായമാകുന്നതും ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെ എഫക്റ്റീവ് ആണെന്നാണ് കേട്ടത്. അങ്ങനെ വെച്ചിരുന്നോ, നിങ്ങൾ ഒരുപാട് സമയം വച്ചേക്കരുത്. 10 മുതൽ 15 മിനിറ്റ് വരെ മാക്സിമം വച്ചേക്കുക. അത്ര തന്നെ ആവശ്യമുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ ഫേസ് പാക്ക് ഒന്ന് വാഷ് ചെയ്ത് കളയാം. ജസ്റ്റ് ഒരു ചെറിയ മസാജ് കൊടുക്കുക, വാഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എക്സസ് ആയിട്ടുള്ള ഓയിൽ മാത്രം ഡാബ് ചെയ്ത് ഒന്ന് തുടച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. പിന്നെ നിങ്ങൾ എന്ത് സ്കിൻ കെയർ ആണോ ഇതിന് ശേഷം നൈറ്റൊക്കെ ഫോളോ ചെയ്യുന്നത് അത് അതുപോലെ കണ്ടിന്യൂ ചെയ്യാം. ഇതിലങ്ങനെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല. സോ നിങ്ങൾക്ക് എന്താണോ സെറ്റാവുന്നതെന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ കുറിച്ചും നിങ്ങളുടെ സ്കിന്നിനെ കുറിച്ചും എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു യുക്തിബോധത്തിന് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് പെരുമാറുക. പിന്നെ ഇതുപോലത്തെ ടിപ്സൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണം. കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു റിസൾട്ട് നമുക്ക് നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. 1-2 ദിവസം യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരാഴ്ച യൂസ് ചെയ്തു പിന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്ക് ടു നമ്മുടെ സൺടാനൊക്കെ മാറും. പക്ഷേ സ്കിന്നിൻ്റെ ഡൾനെസ് വീണ്ടും നമ്മൾ വെയിലത്ത് പുറത്ത് പോവുകയാണ്, പൊടിയടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും തിരിച്ചു വരും. സോ അതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ എല്ലാം കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ഏതൊരു സംഭവമാണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് എല്ലാ തവണയും നിങ്ങൾക്ക് ആഴ്ചയിൽ 4-5 ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് തന്നെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. പിന്നെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് വേറെ മാറ്റിയൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. യാതൊരുവിധ പ്രശ്നവുമില്ല. ഇത് യൂസ് ചെയ്താൽ വേറൊന്നും യൂസ് ചെയ്യാൻ പിന്നെ പാടില്ല, അങ്ങനെയൊന്നും ഇല്ല. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.